ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും ആക്രമണത്തിലൂടെ പശ്ചിമേഷ്യയിൽ ഇറാൻ്റെ നിലവിലുള്ള സ്ഥിതി എന്താണ്? ഇനിയുള്ള നാളുകളിൽ ഇറാൻ്റെ മേഖലയിലെ സ്വാധീനം ഏത് തരത്തിലായിരിക്കും? അതാണിപ്പോൾ ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം നിർത്താനാണ് ഇറാൻ പാർലമെന്റ് തീരുമാനം. ഇതിന് പരമോന്നത നേതാവിന്റെ അംഗീകാരം വന്നാൽ ഉത്തര കൊറിയയും ഇസ്രായേലുമെല്ലാം ചെയ്യും പോലെ ഇറാനും സ്വന്തമായി ആരും അറിയാതെ ആണവ പദ്ധതി ചെയ്യാം. പക്ഷേ അതിന് കടുത്ത ഉപരോധം ഇനിയും ഏറ്റുവാങ്ങേണ്ടി വരും. എന്നാൽ US-ഉമായുള്ള ചർച്ചകളിലും മറ്റും ഇറാൻ ഇത് സമ്മർദ്ദതന്ത്രമായി ഉപയോഗിക്കാനാകും. ലോകോത്തരമെന്ന് വിശേഷണമുള്ള ഇസ്രായേലിന് പോലും 12 ദിനം കൊണ്ട് യുദ്ധം നിർത്തേണ്ടി വന്നതിന് പിന്നിൽ ഇറാനെക്കുറിച്ചുള്ള കണക്കുകൂട്ടൽ തെറ്റിയതാണ്. US നടത്തിയ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ നെതാൻസ്, ഫോർദോ, ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടെങ്കിലും ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പദ്ധതി പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇറാൻ 400 കിലോഗ്രാം 60% ശുദ്ധതയുള്ള യുറേനിയം വിദഗ്ധമായി മാറ്റിയെന്നാണ് പ്രബലമായ റിപ്പോർട്ടുകൾ. ഇതോടെ ലോകത്തെ വൻ ശക്തികളുടെ ആക്രമണത്തിന് ശേഷവും ആണവശേഷി നിലനിർത്താൻ ഇറാന് സാധിച്ചുവെന്നത് ശ്രദ്ധേയമായ നേട്ടമാണ്. ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം നിർത്തിയത് നയതന്ത്ര സ്വാതന്ത്ര്യം നേടാൻ ഈ വിഷയത്തിൽ ഇറാനെ സഹായിക്കും. പക്ഷെ സാമ്പത്തികമായി അത്ര ശേഷിയുള്ള രാജ്യമല്ല ഇറാൻ. ഇസ്രായേൽ ആക്രമണത്തിൽ വൻതോതിൽ നാശനഷ്ടങ്ങൾ ഇറാനിലെ നഗരങ്ങളിലുണ്ട്. ആണവ പദ്ധതി പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ ഇനി സമയമെടുക്കുകയും ചെയ്യും. അതെല്ലാം നിൽക്കുമ്പോഴും ഇറാന്റെ സൈനിക പ്രത്യാക്രമണ ശേഷി, ഭൂഗർഭ സൗകര്യങ്ങളുടെ നിലനിൽപ്പ്, യുറേനിയം സംരക്ഷണം എന്നിവ ആണവ പദ്ധതിയെ വേഗത്തിൽ പുനഃസ്ഥാപിക്കാൻ ഇറാനെ പ്രാപ്തമാക്കും. US, ഇറാൻ, ഇസ്രായേൽ വാദങ്ങളും സാറ്റലൈറ്റ് ചിത്രങ്ങളും അന്താരാഷ്ട്ര ആണവോർജ്ജ നിരീക്ഷണവുമെല്ലാം ഇറാന്റെ ആണവ പദ്ധതി തകർക്കാനായിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, ഈ യുദ്ധത്തിൽ US-ന്റെയും ഇസ്രായേലിന്റെയും പ്രഖ്യാപിത യുദ്ധലക്ഷ്യങ്ങൾ 4 എണ്ണമായിരുന്നു. 1. ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും ഇല്ലാതാക്കുക. 2. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം നശിപ്പിക്കുക. 3. ഇറാനിൽ ഭരണ അട്ടിമറി ഉറപ്പാക്കുക. 4. ഇറാൻ പരമോന്നത നേതാവിനെ വധിക്കുക. 4 നേടാതെയാണ് ഈ യുദ്ധം അവസാനിക്കുന്നത്. ഗസയിലെ യുദ്ധത്തിൽ നിന്നും ഇസ്രായേൽ ഇനിയും പഠിക്കാത്ത ഒരു പാഠമുണ്ട്. നേതാക്കളെ വധിച്ചാൽ തീരുന്നതല്ല പ്രത്യയശാസ്ത്രവും ആശയവും എന്ന സത്യം. US ഇസ്രായേൽ ആക്രമണം പശ്ചിമേഷ്യയിൽ ഇറാനെ കൂടുതൽ കരുത്തുറ്റതാക്കിയെന്ന് US മാധ്യമങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. 550-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 1000-ലധികം ഡ്രോണുകളും ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ അയച്ചിട്ടുണ്ട്. ഇവയിൽ പലതും തെൽ അവീവിലും ഹൈഫയിലും ജെറുസലേമിലുമെല്ലാം നേരിട്ട് തന്നെ പതിച്ചു. നെതന്യാഹുവിന്റെ കണക്ക് പ്രകാരം 27,000-ലേറെ മിസൈൽ ശേഖരം ഇനിയും ഇറാനുണ്ട്. അവയിൽ നല്ലൊരു പങ്കും ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഉപരോധത്തിലുള്ള ഇറാന് ഇസ്രായേലിനെ പോലെയോ ഗൾഫ് രാജ്യങ്ങളെ പോലെയോ ബോംബർ വിമാനങ്ങളോ അവയുടെ സ്പെയർ പാർട്സുകളോ ലഭിക്കില്ല. ഇറാന്റെ മുൻ പ്രസിഡന്റിന്റെ മരണത്തിൽ പോലും അവരുപയോഗിച്ച ഹെലികോപ്റ്ററിന്റെ അവസ്ഥ ലോകം കണ്ടതാണ്. പക്ഷേ ഒന്നുണ്ട്, ഉപരോധത്തിലുള്ള ഏത് ജനതയും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും. അതിന്റെ തെളിവായിരുന്നു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം. അതും അവർ സ്വന്തമായി നിർമ്മിച്ചെടുത്തത്. ആക്രമണത്തിന്റെ അവസാന ദിനത്തിലെ ഒറ്റ ബോംബിംഗ്. ബീർഷബയിലെ ഈ ആക്രമണത്തിലൂടെ US ആക്രമണത്തിന് ശേഷവും തങ്ങളുടെ മിസൈൽ ശേഷിക്ക് കുറവൊന്നുമില്ലെന്ന് തെളിയിച്ചാണ് ഇറാൻ യുദ്ധം അവസാനിപ്പിച്ചത്. ഇതിന് പകരമായി ഇസ്രായേൽ ബോംബിടാൻ US-നോട് സമ്മതം വാങ്ങി തെഹ്റാനിലെ ഒഴിഞ്ഞ സ്ഥലത്ത് ബോംബിട്ടു. ഇങ്ങനെയൊന്നും നാടകങ്ങൾ US-ന്റെയോ ഇസ്രായേലിന്റെയോ സമീപകാല ചരിത്രത്തിൽ നാം കണ്ടിട്ടില്ല. അത് വിരൽ ചൂണ്ടുന്നത് അടിക്ക് തിരിച്ചടിയെന്ന ഇറാന്റെ നിലപാട് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഇറാന്റെ നിലവിലുള്ള പൊസിഷൻ ഗൾഫ് മേഖലയിൽ അവർക്ക് സ്വീകാര്യത വർദ്ധിപ്പിക്കും. ഇത് വെച്ച് വില പേശാനും ഇറാനാകും. ആണവ പദ്ധതി തുടങ്ങിയാൽ വീണ്ടും ആക്രമിക്കുമെന്ന US വാദത്തോട് ഗൾഫിലെ US താവളങ്ങൾ സുരക്ഷിതമാകില്ലെന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകുന്നുണ്ട്. ഈ യുദ്ധത്തോടെ ഗൾഫ് രാജ്യങ്ങൾ ഇറാനുമായി അകലാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു. പക്ഷേ സായുധ ശക്തി കാണിച്ച ഇറാനോട് സംഘർഷം താൽപര്യപ്പെടാത്ത ഗൾഫ് രാഷ്ട്രങ്ങൾ സമവായത്തിന്റെ വാതിൽ തുറക്കാനാണ് സാധ്യത. ഇസ്രായേൽ US ആക്രമണത്തിൽ ഇറാന്റെ അച്ചുതണ്ടിലുള്ള ലെബനോനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ എന്നിവർ
കനത്ത തിരിച്ചടി നേരിട്ടിരുന്നു. പുതിയ സാഹചര്യം ഇനി എങ്ങനെ ഉരുത്തിരിയുമെന്നതാണ് പ്രധാനം. മേഖലയിൽ രാഷ്ട്രീയമായി സിറിയയിലുൾപ്പെടെ ഇറാൻ അനുകൂലമല്ല സ്ഥിതിവിശേഷം. പക്ഷേ US ഇല്ലെങ്കിൽ റഷ്യയെയും ചൈനയെയും കൂട്ടുപിടിക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന റഷ്യ ഇറാന് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. വെടിനിർത്തലോടെ ഇനി ലോകത്തിന്റെ ശ്രദ്ധ ഗസയിലേക്കാണ്. കൂട്ടക്കൊലയും വംശഹത്യയും സജീവമായ ഗസയിൽ ഒരാഴ്ചക്കകം വെടിനിർത്തലിനാണ് US ശ്രമം. മറ്റു ചില പ്ലാനുകളും US-നും ഇസ്രായേലിനുമുണ്ട്. ഇതുപ്രകാരം വെടിനിർത്തലിന് ശേഷം ഗസയുടെ ഭരണം UAE, ഈജിപ്ത് ഉൾപ്പെടെ 4 അറബ് രാജ്യങ്ങളുടെ മേൽനോട്ടത്തിലാക്കും. ഹമാസ് നേതാക്കളെ നാടുകടത്തും. എല്ലാ ബന്ദികളെയും വിട്ടയപ്പിക്കും. ദ്വിരാഷ്ട്ര ഫോർമുലയ്ക്ക് ഇസ്രായേൽ നിബന്ധനകളോടെയെങ്കിലും സമ്മതമറിയിക്കുമെന്നും ധാരണയിലുണ്ട്. ഇതിനു പകരമായി വെസ്റ്റ് ബാങ്കിലെ കയ്യേറ്റ പ്രദേശങ്ങൾ US അംഗീകരിക്കും. സൗദി, സിറിയ ഉൾപ്പെടെ രാജ്യങ്ങൾ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിലേക്ക് വരുമെന്നാണ് US-ന്റെ പ്രതീക്ഷ. ഇത് ചൂണ്ടിക്കാട്ടുന്ന പരസ്യ ബോർഡുകളും തെൽ അവീവിൽ ഉയർന്നിരുന്നു. ഇതെല്ലാം ചർച്ച ചെയ്യാൻ നെതന്യാഹു ഉടൻ US-ലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. സിറിയയും ഇസ്രായേലും ഇതിനകം ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ നേരിട്ടുള്ള ചർച്ചകളിലേക്ക് ഉടൻ കടക്കുമെന്നും റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടുന്നു. ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് വഴിയൊരുക്കാതെ ഇസ്രായേലുമായി ബന്ധമുണ്ടാക്കില്ലെന്നതാണ് സൗദിയുടെ നിലവിലുള്ള നിലപാട്. ഇതിൽ രാജ്യം ഇതുവരെ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. മാത്രവുമല്ല, ദ്വിരാഷ്ട്ര ഫോർമുലയില്ലാതെ ഗസയുടെ പുനർനിർമ്മാണത്തിൽ പങ്കുചേരാനാകില്ലെന്ന് അറബ് രാജ്യങ്ങൾ US-നെ അറിയിച്ചിരുന്നു. ഗസയിലെ വെടിനിർത്തലും ഒപ്പം തന്നെ പുതിയ ഭരണവും ഏറ്റവും സങ്കീർണമായ നീക്കങ്ങളായിരിക്കും സൃഷ്ടിക്കുക. നാടുകടത്താനുള്ള നീക്കം സമ്മതിക്കില്ലെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം വിദേശ ശക്തികൾക്ക് ഭരണം കൈമാറില്ലെന്നും ഹമാസ് വ്യക്തമാക്കിയിരുന്നു. ഏതായിരുന്നാലും പശ്ചിമേഷ്യയിൽ ഇതുമായി ബന്ധപ്പെട്ടെല്ലാം അസാധാരണമായ നീക്കങ്ങൾ നടക്കുന്നതായാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ അറബ് രാഷ്ട്രങ്ങളുടെ നിലപാട് നിർണായകമായിരിക്കും. ഒപ്പം ഇറാൻ ആക്രമണത്തിന് ശേഷം മേഖലയിലെ രാഷ്ട്രീയ ചിത്രം എങ്ങനെ മാറാൻ പോകുന്നുവെന്നതും കാത്തിരുന്ന് കാണാം.